ഹേ അസ്സലാമു അലൈക്കും. റമദാൻ ഡേ 18. ഇതാര് കൊണ്ടുവന്നതാ? വളരെ ആകസ്മികമായിട്ട് ഇന്ന് നുഹാക്ക് ഇട്ടുകൊടുത്ത ഡ്രസ്സും അവൾക്ക് കിട്ടിയ ഗിഫ്റ്റും ഒരേ കളറായിരുന്നു. ഇത് ഇന്തോനേഷ്യയിൽ നിന്ന് ഖത്തർ എയർവേസ് വഴി ബഹ്റൈനിലെത്തിയ ഗിഫ്റ്റാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ഗിഫ്റ്റ് എന്ന ആളെ പിക്ക് ചെയ്യാനായിട്ട് പോയതാണ്. നുഹാനെ റെഡിയാക്കി നോമ്പ് തുറക്കുള്ള കുറച്ച് ഡിഷസിന്റെ പണികളൊക്കെ പകുതിയാക്കി ഞങ്ങൾ എയർപോർട്ടിൽ ആളെ പിക്ക് ചെയ്യാനായിട്ട് പോയി. ബഹ്റൈൻ എയർപോർട്ടിൽ ആളുകളെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം ഇതാണ്. അതിലെ പാസ് ചെയ്യുമ്പോൾ നല്ല നല്ല സൈറ്റ് സീയിങ് കിട്ടും. ഇത് സാദാ മദീന. ഒരു ദിവസം ബോട്ടിങ്ങിന് പോകാമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഏകദേശം സണ്ണ് സെറ്റായപ്പോൾ കിട്ടിയിട്ടുള്ളതാണ്. ബിൽഡിങ്ങിന്റെ ബാക്കിൽ സൂര്യൻ ഇങ്ങനെ ഒളിച്ചു നിൽക്കുമ്പോൾ അതിന്റെ റിഫ്ലക്ഷൻ ശാന്തമായിട്ട് അലയില്ലാതെ കിടക്കുന്ന കടലിൽ തട്ടുന്നു. ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാഴ്ചകൾ കാണുന്നതുകൊണ്ട് തന്നെ എനിക്ക് എഴുത്ത് കുറച്ചും കൂടി എളുപ്പമാണ്. നമ്മൾ എയർപോർട്ടിൽ കാർ പാർക്ക് ചെയ്ത് നേരെ അറൈവലോട്ട് പോയി. ചിലപ്പോൾ അവിടെ വെച്ച് നോമ്പ് തുറക്കേണ്ട സമയമായാലോ എന്ന് വെച്ച് കയ്യിൽ കുറച്ച് ജ്യൂസും വെള്ളമൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, ബഹ്റൈനിലെ പല മീഡിയാസും പല വിശിഷ്ട വ്യക്തികളും ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തിനെ അവരുടെ ടീമിനെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ദേ വരുന്നു ഞങ്ങളുടെ ചാമ്പ്യൻ മിസ്റ്റർ ബഹ്റൈൻ ക്രിക്കറ്റർ മുഹമ്മദ് ബാസിൽ. ചില മൊമെന്റ്സ് കാണുമ്പോൾ നമുക്കറിയാതെ കണ്ണ് നിറഞ്ഞു പോകും. അങ്ങനെ ഒരു മൊമെന്റ് ആയിരുന്നു ഇത്. ഗുളുവിന്റെ കരച്ചിലൊക്കെ മാറ്റി നമ്മൾ അവരെ മീഡിയാസ് കവർ ചെയ്യുന്നത് കുറച്ചു നേരം നോക്കി നിന്നു. എൻ്റെ നിക്കാഹിൻ്റെ ഒക്കെ സമയത്ത് വെറും 7-8 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ബാച്ചി ഒരു ഇന്റർനാഷണൽ ടീമിന്റെ പ്ലെയർ ആയി എന്നൊക്കെ പറയുമ്പോൾ അവന്റെ ഈ ജേണി ത്രൂ ഔട്ട് വിറ്റ്നസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്കിത് സൂപ്പർ പ്രൗഡ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ്. എൻ്റെ നുഹ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുന്ന സമയത്ത് ഇൻഷാ അല്ലാ അവൾക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവളുടെ ബ്രദർ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ആണെന്നുള്ളത്. ബാസിലിനെ പിക്ക് ചെയ്ത് പുറത്തിറങ്ങി വീടെത്തിയപ്പോഴേക്കും നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. ആച്ചി മാച്ചസിനായിട്ട് ഇന്റർനാഷണൽ ടൂർ പോയിട്ട് വന്നപ്പോൾ അവന്റെ സിസ്റ്റേഴ്സിന് ഗിഫ്റ്റ് വാങ്ങിച്ച കൂട്ടത്തില് ആന്റിനെ ഓർത്ത് വാങ്ങിച്ച ഗിഫ്റ്റ് ആണ് നേരത്തെ കാണിച്ചത്. ഇത് ബാലിന്ന് വാങ്ങിച്ചതാണെന്നാണ് പറഞ്ഞത്. എനിക്ക് ഈ ഹോം ഡെക്കർ ഐറ്റംസിനൊക്കെ ക്രേസ് ഉള്ളതുകൊണ്ട് ഗിഫ്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബാസിൽ വരുന്നത് പ്രമാണിച്ച് വലുത് അവിടെ നല്ല സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ചു ദിവസമായിട്ട് ചിക്കൻ കറിയും പുട്ടും കഴിക്കാൻ ഒരു കൊതി. ഞാൻ നല്ല ചിരട്ടപ്പുട്ടും ചിക്കൻ മുളകിട്ടതും ഉണ്ടാക്കി. ഈ ചിക്കൻ മുളകിട്ടത് പുട്ടിന്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരുന്നു. സവാളയും തക്കാളിയും ഒന്നും വഴറ്റാതെ ഈസി ആയിട്ട് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഇതിന്റെ റെസിപ്പി വേണ്ടവർ കമന്റ് ചെയ്യണേ.